കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് ഇങ്ങനെ ദൈവദിന ധ്യാനത്തിനായി ലഭ്യമായ ഈ വിലയേറിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലിക്കൊണ്ട് നാം ചിന്തിച്ചു വരുന്ന തിരുവചന ചിന്തയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ഏവർക്കും ആയിരിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പൗലോസിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത്. അതിൽ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആമേൻ, വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ വൈശിഷ്ട്യം, മഹത്വം എന്താണെന്നുള്ളത് അറിയുക. ഈ വിഷയം ചിന്തിച്ചു വന്നപ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന ചില സാദൃശ്യങ്ങൾ നമ്മുടെ ചിന്താവിഷയമായി നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിലൊന്നാണ് ശിരസും ശരീരവും എന്ന ബന്ധം. മറ്റൊന്നാണ് മണവാളനും മണവാട്ടിയും എന്ന ബന്ധം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചു വന്ന വിഷയമെന്ന് പറയുന്നത് മൂലക്കല്ലും കല്ലുകളും എന്ന ബന്ധമായിരുന്നു. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന വിഷയമാണ്. ദ വൈൻ ആൻഡ് ബ്രാഞ്ചസ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന മഹത്തായ സാദൃശ്യങ്ങളിൽ ഒന്നാണ് ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന സാദൃശ്യം. സാധാരണ നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ് മുതലേ കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ മുന്തിരിവള്ളി. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് അതിൻ്റെ പ്രമേയമായിരിക്കുന്ന ഭാഗം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അവകാശവാദങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ യേശു ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ അവകാശവാദങ്ങൾ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. മറ്റൊരു ഭാഗത്ത് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അവകാശവാദങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയ ഈ അവകാശവാദങ്ങളിൽ 7-ാമത്തതാണ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നുള്ളത്. ആമേൻ. തിരുവെഴുത്തിൽ ഈ മുന്തിരിയെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, പുരാതന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന മാർഗങ്ങളിൽ ശ്രദ്ധേയമായി ഉണ്ടായിരുന്ന ഒരു വലിയ ആദായമായിരുന്നു ഒരു കാലത്ത് അവർക്ക് മുന്തിരി എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ ഈ മുന്തിരിയെക്കുറിച്ചുള്ള പരാമർശം ആദ്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ ജലപ്രളയാനന്തരം നോഹയും അവൻ്റെ പുത്രന്മാരും നാം വായിക്കുന്നു, പട്ടകത്തിന് വെളിയിലിറങ്ങി. നോഹ ഒരു മുന്തിരി കൃഷി ചെയ്തതായിട്ടാണ് വായിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പിന്നീട് അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ആമേൻ. എന്തായാലും മുന്തിരിയെക്കുറിച്ചുള്ള ബൈബിളിലെ ആദ്യത്തെ പരാമർശം ഈ ജലപ്രളയാനന്തരമുള്ള നോഹയുടെ ഈ മുന്തിരി കൃഷിയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ നാം പഠിച്ചാൽ
യേശു പഠിപ്പിച്ച സുവിശേഷങ്ങളിലെ ഉപമകളിൽ മുന്തിരിയോട് ബന്ധപ്പെട്ടുള്ള ഏകദേശം 5 ഉപമകൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. മുന്തിരിയോട് ബന്ധപ്പെട്ടുള്ള 5 ഉപമകൾ. ഇത് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ നോട്ട് ചെയ്യാം. ആമേൻ. ഇത് ഈ 5 എണ്ണവും മുന്തിരി കൃഷിയോട് ബന്ധപ്പെട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ വ്യക്തമാക്കപ്പെടുന്നവയാണ്. റെഫറൻസ് നോട്ട് ചെയ്യാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമാണ്. അവിടെ മുന്തിരിയെക്കുറിച്ചുള്ള പരാമർശത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ഈ അത്തിവൃക്ഷം യജമാൻ ഫലം തിരഞ്ഞു വന്നു, പക്ഷേ അതിൽ ഫലം കണ്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ യജമാനൻ തോട്ടക്കാരനോട് പറയുന്നു, ഈ അത്തിവൃക്ഷത്തിൽ ഞാൻ നാളുകളായി ഫലം തിരയുന്നു, പക്ഷേ അതിൽ ഫലം കാണുന്നില്ല. അത് നിലത്തെ എന്തിനു നിഷ്ഫലമാക്കണം, അതിനെ വെട്ടിക്കളക. അപ്പോൾ തോട്ടക്കാരൻ പറയുന്നു, കർത്താവേ, 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചില്ലെങ്കിലോ അത് വെട്ടിക്കളയാം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ മുന്തിരിയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ഉപമകളിൽ ഒന്ന് അവിടെയാണ്. ലൂക്കോസ് സുവിശേഷം 13-ന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് മത്തായി സുവിശേഷത്തിലാണ്. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, സ്വർഗരാജ്യം അവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് അതിരാവിലെ പുറപ്പെട്ട വീട്ടുടയവന് സാദൃശ്യം. അവിടെ നമ്മൾ വായിക്കുന്നു, തോട്ടക്കാരൻ അതിരാവിലെ പുറപ്പെട്ടു. അനേകരെ പല സമയങ്ങളിലായി മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുന്നു. ഈ വേലക്കാരെയൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞൊത്തത് ഒരു വെള്ളിക്കാശ്. ഒരു ദിവസത്തെ വേതനമായി എല്ലാവർക്കും പറഞ്ഞൊത്തത് ഒരു വെള്ളിക്കാശ്. നിങ്ങൾ നോക്കണം, ആ ഭാഗം നമുക്കറിയാം. കർത്താവ് പഠിപ്പിക്കുമ്പോൾ യജമാനൻ വീട്ടുടയവൻ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ 3-ാം മണി നേരം, പുറപ്പെടുന്ന സമയം 3-ാം മണി നേരമാണ്. 3-ാം മണി നേരത്ത് നോക്കിയപ്പോൾ ഒരു കൂട്ടരെ കിട്ടി. അവരോട് പറഞ്ഞു, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാമെന്ന്. ആമേൻ. ന്യായമായത് തരാം. പ്രൈസ്. പദപ്രയോഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊന്നും ആത്മീയ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരു ന്യായമായതുണ്ട്. അത് സുവിശേഷ വേലക്കാർക്ക് മാത്രമല്ല. പ്രൈസ് അല്ല, ന്യായമായത് തരാം. 3-ാം മണി നേരത്ത് കുറച്ച് പേര് വേലയ്ക്ക് പുറപ്പെട്ടു. അടുത്ത് നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ പോയപ്പോഴാണ് കുറേ പേര് ഒരിടത്ത് മാറി നിൽക്കുന്നു. അപ്പോൾ സമയം 6-ാം മണി. അവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോകുകയും. അവരും പോയി. പിന്നീട് നമ്മൾ വായിക്കുന്നു 9-ാം മണി നേരത്ത്. ഇതൊക്കെ സമയം വൈകിയായി. യഹൂദൻ്റെ ടൈമാണ്, നമ്മുടെ സമയമല്ല. 9-ാം മണി നേരത്ത്. പിന്നീട് വൈകിയ സമയത്താണ് 11-ാം മണി നേരം എന്ന് പറയുന്നത്. പിന്നെ അധിക സമയമില്ല. 11-ാം മണി നേരത്ത് ചെന്നപ്പോഴും ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ ആർക്കും വേണ്ട, വേലയ്ക്ക് ആർക്കും വേണ്ട. ഈ ആൾക്കൂട്ടമൊക്കെ ഇങ്ങനെ നിൽക്കുമെന്ന് പറയും. ഇതറിയണമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ അതിഥി തൊഴിലാളികളെ നോക്കിയാൽ മതി. രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എന്തിനേറെ പറയുന്നത്, അങ്കമാലിയിലോട്ട് ചെല്ലണം. നേരം വെളുത്താൽ എൻ്റെ ദൈവമേ, ഒന്നും അറിയാത്തില്ല, അവരുടെ സിറ്റി ആണോ എന്ന് തോന്നിപ്പോകത്തക്ക രീതിയിൽ എന്തുമാത്രം ആളുകൾ ഇറങ്ങി. അതുപോലെ പെരുമ്പാവൂരോട്ട് പോയാൽ പറയുകയും വേണ്ട. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഓരോരുത്തർ വരിക, വിളിക്കുക, കൊണ്ടുപോവുക. ഇതുപോലെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. നോക്ക്, അവസാന സമയം കൊള്ളാതെ തന്നെ വിളിച്ചുകൊണ്ട് പോയി. നേരത്തെ അവസാനം വന്നിട്ട് വലിയ നൽപ്പൊന്നും ഇല്ലാത്തതായി നിൽക്കുന്നേ, ആരുടെയും കണ്ണിൽ വലുതായിട്ട് പെടാത്ത ആളുകൾ. അപ്പോൾ യജമാനൻ അവരെ ശ്രദ്ധിച്ചു. യജമാനൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോവുകയും. ആ സമയം നോക്കണം, പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ. 11 മണിയായി. എന്നാൽ ഇതിന് അവസാനം, അതിൻ്റെ അനന്തരഫലം, ഇതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ വരുന്ന ഭാഗമാണ് അല്പം പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ ഭാഗം വന്നപ്പോൾ ഈ 11-ാം മണിക്ക് വിളിച്ചവനും ചെന്ന് വേല ചെയ്തു. അവൻ അധികം ചെയ്യേണ്ടി വന്നില്ല. 3-ാം മണിക്ക് ഇറങ്ങിയവൻ്റെ അവൻ ഹാർഡ് വർക്ക് ചെയ്യുക.
അപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം യജമാൻ്റെ കണക്ക് തീർക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ 3-ാം മണി നേരക്കാരന് പ്രശ്നമായി, 9-ാം മണി നേരക്കാരന് പ്രശ്നമായി. കാരണം അവരോട് തുല്യമായി എല്ലാവർക്കും തുല്യമായ തുകയാണ് യജമാനൻ കൊടുത്തത്. അത് ഇച്ചിരി പ്രശ്നമായി. പക്ഷേ യജമാനൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനു പ്രശ്നം ഉണ്ടാക്കണം? എല്ലാവരോടും ഒരേ നിലയല്ലേ പറഞ്ഞു കൊടുത്തത്. പിന്നെ പിൻപിൽ വന്നവനും ഞാൻ നിങ്ങളുടെ പരിഗണന കൊടുത്തതിൽ നിങ്ങൾ അസഹ്യപ്പെടേണ്ട കാര്യമില്ല. അത് യജമാനൻ്റെ ഇഷ്ടമാണ്, മനസ്സാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമാണ്. പലതിലും നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിലൊക്കെ ദൈവത്തിൻ്റെ ചില പ്രത്യേക പ്ലാന്, ദൈവത്തിൻ്റെ തിരുഹൃദയമാണ്, കർത്താവിൻ്റെ ഇഷ്ടമാണ്. ആമേൻ. അപ്പോൾ ഈ മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലിൽ രണ്ടാമത്തെ ഉപമയാണ് നാം ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ കർത്താവിൻ്റെ മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലാണ് മത്തായി സുവിശേഷം 9-ാം അധ്യായം 17 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നു. യേശു പഠിപ്പിക്കുമ്പോൾ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറില്ല, പകർന്നാൽ സംഭവിക്കുന്ന വിഷയം യേശു പഠിപ്പിച്ചു. ഈ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും. പുതിയ വീഞ്ഞ് എപ്പോഴും പുതിയ തുരുത്തിയിലേ പകരാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒരു വലിയ ആത്മീയ അർത്ഥമാണ് യേശു പഠിപ്പിച്ചത്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യേശു മുന്തിരി കൃഷിയെക്കുറിച്ച് പഠിപ്പിച്ച 4-ാമത്തെ ഉപമയെന്ന് പറയുന്നത് മത്തായി സുവിശേഷം 21-ാം അധ്യായമാണ്. 21-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, 21-ന്റെ 28-ാം വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരപ്പൻ തൻ്റെ മക്കളോട് പറയുന്നു, ഇതൊന്നും വായിക്കേണ്ട ഭാഗമല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് നാം വരാൻ പോകുകയാണ്. ഇതെല്ലാം നമുക്ക് ഒരു അപ്പന് തൻ്റെ കൃഷിത്തോട്ടത്തിൽ മുന്തിരി കൃഷിയിൽ, യഹൂദൻ്റെ വരുമാന മാർഗങ്ങളിലൊന്നാണല്ലോ, ഈ കൃഷിഭൂമിയിലേക്ക് തൻ്റെ 2 മക്കളിൽ മൂത്തവനോട് പറഞ്ഞു, എടാ നീ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. അവൻ പറഞ്ഞു, എന്നെ കൊണ്ടൊക്കെയല്ലെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞു. എങ്കിലും കർത്താവിൻ്റെ ഉപമയാണേ. അപ്പോൾ ആ മോൻ നല്ല മിടുക്കനാ അല്ലേ, അവൻ എടുത്ത് കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സില്ല. അപ്പോൾ ഈ അപ്പൻ പാവപ്പെട്ടവനായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അപ്പന്മാർ വെച്ചേക്കോ. അപ്പോൾ ഇളയവനോട് പറഞ്ഞേടാ നീ ഒരു കാര്യം ചെയ്യ്. അവനോ അനുസരിക്കുന്നില്ല. എന്നാൽ നീ പോയി എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പറഞ്ഞു, പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. അന്നൊക്കെ കാർഷിക മേഖലയല്ലേ, കൃഷിയല്ലേ. അപ്പോൾ ഇളയവൻ നല്ല സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ അപ്പം ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരുടെയും ചിരി കാര്യമില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. എല്ലാവരും തലവിലേക്ക് സമ്മതിക്കുമല്ലോ. യോഗത്തിൻ്റെയൊക്കെ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇത് മുഴുവൻ നിങ്ങളുടെ മനസ്സിലായതുപോലെ. എഴുതിയും വേണ്ട, കുറിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പാസ്റ്റർ അത് പറഞ്ഞു തീർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര തയ്യാറെടുപ്പാണ്, ഭയങ്കര ഉത്സാഹം. ഇതെല്ലാം യോഗത്തിലൊക്കെ ഇതിലും ഭയങ്കര ഉണർവാക്കുക ഇവൊക്കെ കാര്യം ചെയ്യും. പക്ഷേ എന്തോ ഈ പറഞ്ഞ് കുടങ്ങാമത്തി വെച്ച് വെള്ളം ഒഴിച്ചു അല്ലേ, ആ പരുവാകരുത്. ചിലരെ സംബന്ധിച്ച് ഭയങ്കര ആവേശവും ഉത്സാഹമൊക്കെ കാണും. എന്നാൽ ഇപ്പം പോകുന്നുള്ള നിലയിലാണ്. എന്നാൽ ഈ കേട്ടതുമായി വല്ല ജീവിതത്തിൽ ബന്ധമുണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഈ മൂത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇടപെടൽ അല്പം പരുക്കൻ സ്വഭാവത്തിലായിരുന്നെങ്കിലും പിന്നത്തതിൽ നമ്മൾ വായിക്കുന്നു, പിന്നത്തതിൽ അവൻ അനുദപിച്ച് അവൻ പോയി. അയ്യോ എൻ്റെ അപ്പനോട് അങ്ങനെ പറയരുതായിരുന്നു, അപ്പൻ്റെ ഹൃദയം വേദനിച്ചല്ലോ. സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ഹൃദയം വേദനിച്ചല്ലോ എന്ന പരുക്കൻ ആ ഭാവമൊക്കെ അങ്ങ് മാറി. പിന്നെ ഒരു അനുതാപം ഉണ്ടായിട്ട് നമ്മൾ വായിക്കുന്നത് അവനെ മുന്തിരി കൃഷിക്കായിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്നതായി കാണാൻ കഴിയുന്നു. അതാണ് യേശു പഠിപ്പിച്ച ആ ഭാഗം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ അപ്പൻ ആവശ്യപ്പെടുമ്പോൾ അനുകൂലവും പ്രതികൂലമായി പ്രതികരിച്ചു പോയ 2 മക്കൾ. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 28 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു.
അഞ്ചാമത്തെ മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള യേശു പഠിപ്പിച്ച ഉപമയെന്ന് പറയുന്നത് മത്തായി സുവിശേഷം 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ അത് പരാമർശിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ളതായ വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ ഭാഗങ്ങൾ, ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 21, ലൂക്കോസ് 12, ലൂക്കോസ് 20, മർക്കോസ് 12. അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ദുഷ്ടന്മാരായ കുടിയാന്മാരുടെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് ചുറ്റും വേലി കെട്ടി ചക്കും കുഴിച്ചിട്ടു. എന്ന് പറഞ്ഞാൽ മുന്തിരി പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാറെടുക്കുവാൻ, നീരെടുക്കുവാൻ ചക്കും കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. അതിലൊക്കെ ഒരു ഗോപുരവും പണിതു. എന്ന് പറഞ്ഞാൽ വാച്ചിങ് ടവർ, ഒരു ഗോപുരവും പണിതു. ഇതെല്ലാമായിട്ട് തനിക്ക് ഒരു വിദേശയാത്രയുണ്ടായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് ഒരു വിദേശയാത്രയുണ്ടായി. എന്നിട്ട് പോകുന്നതിന് മുൻപ് പാട്ടക്കാരെ, കുടിയാന്മാരെ ഇത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഫലമെടുക്കേണ്ട, വിളവെടുക്കേണ്ട, അനുഭവം പ്രാപിക്കേണ്ട സമയമായപ്പോൾ ഈ വീട്ടുകാരൻ, യജമാനൻ തൻ്റെ ദാസന്മാരെ അയച്ചു. നാം വായിക്കുന്നു, ഈ കുടിയാന്മാർ ദാസന്മാരെ അടിച്ച് ശരിയാക്കി അവരെ ഓടിച്ചു വിട്ടു. പിന്നെയും ഇതിന് ശ്രേഷ്ഠന്മാരായ ചിലവരെ അയക്കുന്നു. അവരോടും ഇവർ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ വായിക്കുന്നത്, യജമാനൻ തൻ്റെ മകനെ അനുഭവം പ്രാപിക്കേണ്ടതിന് ആ കുടിയാന്മാരുടെ അടുക്കിലേക്ക്, മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ പാട്ടത്തിന് ഏൽപ്പിച്ച കുടിയാന്മാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഇവനാണ് അവകാശി, വരിക, ഇവനെ കൊന്നുകളക, അവകാശം നമ്മുടേതായിത്തീരും. പിന്നെ നമ്മൾ വായിക്കുന്ന ആ ഉപമയുടെ അവസാനം നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒടുവിൽ എന്ത് സംഭവിച്ചു? യജമാനൻ വന്നു ഈ കുടിയാന്മാരെ നിഗ്രഹിച്ച് മുന്തിരിത്തോട്ടം അവകാശമാക്കുന്നു. ഇങ്ങനെ 5 ഉപമകൾ ഈ മുന്തിരി കൃഷിയോട് ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഈ മുന്തിരി എന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവമായ പഠനമാണ്. ഇതൊരു ഗൗരവമായ വിഷയമാണിത്. അതുകൊണ്ട് തന്നെ നാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പെസഹാത്താഴത്തിൻ്റെ ആ രാത്രിയിൽ നാം ചെയ്തായി വായിക്കുന്നു, യേശു പറഞ്ഞു, ഏമേൻ, ഈ മുന്തിരിച്ചാറിന് ഉപമിച്ച് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകും. അല്ലേ? ആമേൻ. കർത്താവിൻ്റെ മേശയിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയായി നാം ദ്രാക്ഷാരസം ഉപയോഗിക്കാറുണ്ട്, മുന്തിരിച്ചാർ ഉപയോഗിക്കുന്നു. ആമേൻ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രാധാന്യത ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യക്തമാക്കുന്നു. ആമേൻ. ഈ ചിന്തകളിൽ നിന്ന് വേണം ഈ മുന്തിരിയുടെ പ്രാധാന്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ഈ സാദൃശ്യവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടത്. ആമേൻ. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, എല്ലാവരും ബൈബിൾ എടുത്താണ്ട്, ജോൺ ചാപ്റ്റർ 15. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ യേശുവിൻ്റെ ഈ സുവിശേഷത്തിലെ ഞാനാകുന്നു എന്ന അവകാശവാദങ്ങളുടെ 7-ാമത്തതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ ഭാഗം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു പറയുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഇനി ആ വാക്യം പൂർണ്ണമാക്കിച്ച വായിക്കൂ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്താണ് ഇവിടുത്തെ സാദൃശ്യം? ഞാൻ ഓർപ്പിച്ചു, മുന്തിരിവള്ളിയും കൊമ്പുകളും. ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളി, സഭ, വിശുദ്ധന്മാർ
ഇതിൻ്റെ ഓരോ കൊമ്പുകളാണ്. ഇതാണ് ഇവിടുത്തെ സാദൃശ്യം. ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന സാദൃശ്യത്തിലൂടെ എന്താണ് വ്യക്തമാക്കുന്ന ആത്മീയ പാഠം? പ്രധാനമായി 2 പാഠങ്ങളാണ്. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് സഭ ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. ഒന്നാമത്തെ ഭാഗം സഭ ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ആമേൻ, ക്രിസ്തുവിൽ വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ്. ഈ 2 വിഷയങ്ങളാണ് ഈ സാദൃശ്യത്തിലൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ചത്. ഓർക്കണം, സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്. എല്ലാം ഇപ്പോഴും ആ ചിന്ത നമ്മെ ഭരിക്കണം. സഭയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്താവാണ്. ആളെണ്ണം എത്ര കൂടിയാലും, സൗകര്യങ്ങൾ എത്ര കൂടിയാലും, സാഹചര്യങ്ങൾ എത്ര കൂടിയാലും, നാം എന്തെല്ലാം നമ്മുടെ പ്രാദേശിക സഭയ്ക്ക് വേണ്ടി ആളാൽ ശാരീരികമായി, സാമ്പത്തികമായി, സമയം വേർതിരിച്ചൊക്കെ ചെയ്യുന്നു, ഇതെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെ മനോഭാവം എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത് സഭ കർത്താവിനാലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ സഭയിൽ ഇല്ലാതായി മാറും. അതൊരിക്കലും പാടില്ല. എത്രത്തോളം അംഗസംഖ്യ കൂടിയാലും, സൗകര്യങ്ങൾ വർദ്ധിച്ചാലും, സാഹചര്യങ്ങൾ വർദ്ധിച്ചാലും, സഭയുടെ ഉടമസ്ഥൻ, ഉത്തരവാദി, സഭയെ വളർത്തുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്യാതെ കൈയും കെട്ടിയിരിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ച്, നമുക്ക് ഓരോരുത്തർക്കും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട ഓരോരോ ശുശ്രൂഷകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്, ഉടമസ്ഥതകളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ആ മനോഭാവം അതായിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആമേൻ. അപ്പോൾ ഈ സാദൃശ്യങ്ങളിൽ നിന്ന്, യേശു പഠിപ്പിച്ച ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന സാദൃശ്യത്തിൽ നിന്ന് ഒന്നാമത് നിൽക്കുന്ന ചിന്ത ഇതാണ്: സഭയുടെ സംരക്ഷകൻ, സഭയെ വളർത്തുന്നത് കർത്താവാണ്. രണ്ടാമത്തെ വിഷയമാണ് ഞാൻ ഓർപ്പിച്ചത്, സഭ ക്രിസ്തുവിൽ വസിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് രണ്ടും ഉണ്ട് കേട്ടോ. കർത്താവിൽ നാം വസിക്കുന്നവരായിരിക്കണം. ആമേൻ. ഇതിൻ്റെ വിശദീകരണ ഭാഗങ്ങൾ പിന്നാലെ വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഈ 2 ആത്മീയ ദൂതുകളാണ് ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന സാദൃശ്യത്തിലൂടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇവിടെ ആ ഒന്നാം വാക്യം തന്നെ തുടങ്ങിയ ആ ഭാഗം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സാക്ഷാൽ അല്ലോ എന്ന് പറഞ്ഞാൽ അന്ന് അക്കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥ മുന്തിരി, ബാക്കിയുള്ളവർ യഹൂദന്മാരെല്ലാം കാട്ടുമുന്തിരിയാണ് എന്നായിരുന്നു അവരുടെ പഠിപ്പിക്കുക, അവരുടെ ചിന്ത. അപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്, അല്ല, ഞാനാണ് സാക്ഷാൽ മുന്തിരി, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഈ സാക്ഷാൽ എന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടുണ്ട്. ആദർശപരമായി പൂർണ്ണതയുള്ളത് എന്നൊരർത്ഥമുണ്ട്. ഈ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ അനുകരിക്കാൻ കൊള്ളാകുന്ന, നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ എല്ലാം ആമേൻ ഈ മനുഷ്യൻ്റെ നിലയനുസരിച്ച് ഗതിഭേദത്താൽ ആച്ഛാദനമുള്ളവനല്ല എൻ്റെ കർത്താവ്. ആമേൻ. ആദർശപരമായി പൂർണ്ണത അവകാശപ്പെടാൻ ഉലകത്തിൽ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് മാത്രമാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച്, ചിലരെ സംബന്ധിച്ച് അവരുടെ പഠിപ്പിക്കൽ കൊള്ളാം, പക്ഷേ അവരെ മാതൃകയാക്കാൻ
മോഡലല്ല. എന്നാൽ യേശു പഠിപ്പിച്ചതുപോലെ ജീവിച്ച് കാണിച്ചവനാണ്. ആദർശപരമായി പൂർണ്ണതയുള്ളത് എന്നൊരർത്ഥമാണ് ഈ സാക്ഷാൽ എന്ന പദത്തിനുള്ളത്. അപ്പോൾ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവിനെയൊക്കെ അഭിമാനത്തോട് സേവിക്കാൻ കൊള്ളാം. യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ നന്നായി പിൻപറ്റുവാൻ കൊള്ളാം. ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് എൻ്റെ കർത്താവെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താണ്. യേശു പഠിപ്പിച്ചു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. യഹൂദൻ്റെ മനോഭാവങ്ങളെ തിരുത്തിക്കൊണ്ട് യേശു പറയുന്നു, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ആമേൻ. തിരുവെടുത്ത് നാം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ മുന്തിരിവള്ളിയോട് പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിയോട്, മുന്തിരിവള്ളിയോട്, മുന്തിരിത്തോട്ടത്തോട് പലയിടങ്ങളിൽ നമുക്ക് പഴയ നിയമത്തിലാണ് ആമേൻ ഇസ്രായേൽ ജനത്തെ സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിലും ഒക്കെ നമുക്ക് കാണും. ഈ 80-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ 80-ാം സങ്കീർത്തനം 8-ാം വാക്യം, നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കി അതിനെ നട്ടു. നീ അതിനെ നട്ടു. ഇതാരെക്കുറിച്ച് പറയുന്നത്? ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിന് 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒരു പാട്ട് പാടും. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടം ഏതാണ്? ഇസ്രായേൽ ജനമാണ്. യെശയ്യാ 5:1 മുതലുള്ള ഭാഗം. അതുപോലെ ഹോശയ്യാ പ്രവചനം 10-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ തിരുവെടുത്തിൽ ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് തെളിവുകൾ പഴയ നിയമ ഇസ്രായേൽ സഭയെ, ഇസ്രായേൽ ജനത്തെ മുന്തിരിയോട് സാദൃശ്യപ്പെടുത്തി ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ സാക്ഷാൽ മുന്തിരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവാണ്. അവിടുന്ന് ആദർശപരമായി പൂർണ്ണതയുള്ള ദൈവമാണ്. ആമേൻ. എൻ്റെ യേശുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് ഞാൻ സാക്ഷാൽ മുന്തിരി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സാദൃശ്യങ്ങളിൽ നിന്ന്, ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന ഈ സാദൃശ്യത്തിൽ നിന്ന് പ്രധാനമായും നമുക്ക് 5 പോയിൻ്റുകൾ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ 5 പോയിൻ്റുകൾ പഠിക്കുക എന്ന് പറയുന്നത് അതിൽ നിന്ന് വിശദീകരിച്ച് ഒരുപാട് ചിന്തകൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ആമേൻ. ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന ഈ സാദൃശ്യം ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായി 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് ഓർപ്പിച്ചു. സഭയുടെ ഉടമസ്ഥത, സഭയെ സംരക്ഷിക്കുന്ന ഉത്തരവാദി നമ്മുടെ കർത്താവാണെന്നും സഭ ക്രിസ്തുവിൽ വസിക്കണമെന്നും. ആമേൻ. മുഖ്യമായി ആ 2 ചിന്തകളാണ്. അതിനെ പുരസ്കരിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന സാദൃശ്യത്തിലൂടെ ആമേൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പഠിപ്പിച്ച ആ പഠനങ്ങളിൽ നിന്ന് എൻ്റെ കണ്ടെത്തലിൽ പ്രധാനമായും 5 പോയിൻ്റുകൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ 1-ാമത്തെ പോയിൻ്റാണ് ആമേൻ എ ലിവിങ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്നത് ഒരു ജീവൽ ബന്ധമാണ്. എ ലിവിങ് റിലേഷൻഷിപ്പ്, ജീവൽ ബന്ധമാണിത്. ഇങ്ങനൊരു മഹത്തായ ബന്ധത്തെക്കുറിച്ചാണ് യേശു ഈ ഭാഗത്ത് നിന്ന് നമ്മെ പഠിപ്പിച്ചത്. 2-ാമത്തെ വിഷയമെന്ന് പറയുന്നത് ദ റെസ്പോൺസിബിലിറ്റി ടു അബൈഡ് ഇൻ ക്രൈസ്റ്റ് ബിലോങ് ടു ബിലീവേഴ്സ് എന്നുള്ളതാണ്. ദ റെസ്പോൺസിബിലിറ്റി ടു അബൈഡ് ഇൻ ക്രൈസ്റ്റ് ബിലോങ് ടു ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുള്ളതാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. ക്രിസ്തുവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുള്ളതാണ്. 3-ാമത്തെ വിഷയമെന്ന് പറയുന്നത്, 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് ഡ്വെൽസ് ഇൻ us because we dwell in Christ.
ക്രൈസ്റ്റ് ഡോൾസ് ഇൻ അസ് ബിക്കോസ് വി ഡോൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കുക എന്നതിനാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത അതാണ്. ക്രിസ്തുവിൽ വസിക്കുക എന്നാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് അവർ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അബൈഡിങ് ക്രൈസ്റ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. ക്രിസ്തുവിൽ വസിക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒന്നും കൂടെ പറയാം, ക്രിസ്തുവിൽ വസിക്കുക എന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾ ദാറ്റ് ഈസ് ഗിവൺ ടു ഗ്രോത്ത് ഈസ് ടു ബെയർ ഫ്രൂട്ട് എന്നുള്ളതാണ്. ഓൾ ദാറ്റ് ഈസ് ഗിവൺ ടു ഗ്രോത്ത് ഈസ് ടു ബെയർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഫലം കായ്ക്കേണ്ടതിനാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഫലം കായ്ക്കേണ്ടതിനാണ്. ഈ 5 ചിന്തകൾ ഈ ഭാഗത്ത് നിന്ന് ആമേൻ ഞാൻ ചിന്തിപ്പാനിടയായി. നമുക്ക് പ്രാർത്ഥനയോടെ ഈ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്നിപ്പോൾ എത്ര കാര്യം ഓർപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതനുസരിച്ച് പിന്നാലെ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാം. ആമേൻ. ഈ പാസ്റ്റർ പോയിൻ്റൊക്കെ ഈ പറഞ്ഞത് കൊണ്ട് ഇനി രക്ഷപ്പെട്ടല്ലോ. ആരോ പറഞ്ഞതുപോലെ നമ്മുടെ PT തോമസ് സാർ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് തന്നോട് ആയിരിക്കുന്ന സമയം ഒരു റേഷൻ കടക്കാരനുമായിട്ട് പരിചയപ്പെട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഇദ്ദേഹം ഭയങ്കര തിരക്കുകാരനാണ്. ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിലായി. അപ്പോൾ ഈ യേശുവിൻ്റെ സുവിശേഷം ഒന്ന് ഷെയർ ചെയ്യാൻ ഈ മനുഷ്യരുമായിട്ടൊരവസരം നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്കാണ്, പുള്ളി ബിസി മാനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന കൂട്ടത്തിൽ സാറ് യേശുവിനെക്കുറിച്ച് എപ്പോഴോ ഒക്കെയോ ഒന്ന് പറയാൻ ശ്രമിച്ചു. എന്നിട്ടൊന്നും അതിന് പൂർണ്ണതയാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു. ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിക്കാൻ കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ ഈ തിരക്കിനിടെ എപ്പോഴോ അത് നോക്കിയപ്പോൾ ഇത് കിരീരാവുള്ള എഴുത്തും ഒരുപാടുണ്ട്. അപ്പം പുള്ളി പിറ്റേന്ന് പറഞ്ഞു, സാറേ എന്നെക്കൊണ്ടൊക്കെയല്ല, എനിക്ക് സമയമില്ല, ഞാൻ ശരിയാകാനുള്ള ആ 10 പോയിൻ്റ് എഴുതി തരാൻ പറഞ്ഞു. കാരണം ഇത് പുള്ളി നോക്കിയിട്ടങ്ങോട്ട് വായിക്കാൻ ഒക്കുന്നില്ല. അപ്പം ജീവിക്കാനുള്ള അല്ലെങ്കിൽ ശരിയാകാനുള്ളതിൻ്റെ 10 പോയിൻ്റ്. അപ്പം PT തോമസ് സാർ ഓർത്തപ്പെടുത്തേന് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കുക, 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ആ ജീവിതം പൂർണ്ണമാകുമോ? ഇതുകൊണ്ട് ആ ജീവിതം പൂർണ്ണമാകുമോ? പിന്നെ എപ്പോഴോ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, അദ്ദേഹം കൃപയിലേക്ക് വന്നു എന്നാ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ആ കഥയുടെ ഒടുവിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഈ 5 പോയിൻ്റ് പാസ്റ്റർ പറഞ്ഞല്ലോ, ഇനിയിപ്പം കുഴപ്പമില്ല. ഞാൻ ആ പോയിൻ്റിൽ നിന്നും കൂടുതൽ ചിന്തിക്കാനാണ് നമ്മൾ ആ പോയിൻ്റ് എടുത്തത്. നിങ്ങൾ ആ ഒരു ടൈറ്റിലായിട്ടൊക്കെ ഹെഡിങ് ആയിട്ടൊക്കെ കൊടുത്ത് ഒന്നുമില്ലെങ്കിൽ അത് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലതും നമ്മൾ ഓർക്കണം, നമ്മൾ കരുതിയിരിക്കുന്ന പോലല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലല്ല. ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. ഈ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പഠിക്കുമ്പോൾ പ്രധാനമായും നാം പഠിക്കുന്നത് എടാ എന്നോടല്ല എല്ലാവരോടും ആയതുകൊണ്ട് പിന്നെ എനിക്കിത് ബാധകമല്ലെന്ന് ചിന്തിക്കരുത്. ഞാനും എൻ്റെ കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഈ പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ കൂടുന്ന എൻ്റെ കൂട്ടായ്മക്കാരുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഈ പഠിക്കുന്നത്. ഹലോ, ഈ ചിന്ത വേണം ഈ പഠനത്തിൽ നമുക്കുണ്ടാകാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്കും ഉള്ളതല്ല, നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഞാൻ ഇത്രയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് കരുതരുത്. നമ്മൾ ഒന്നുമായിട്ടില്ലെന്നുള്ള നിലയിൽ വേണം എപ്പോഴും വചനത്തിൻ്റെ മുൻപാകായിരിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഇത് പഠിക്കുന്നത് കൊണ്ടൊരു പ്രയോജനമായി തീരുകയുള്ളൂ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്ന സാദൃശ്യം
നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് എ ലിവിങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഇതൊരു ജീവൽ ബന്ധമാണ്. വായിക്ക് ആമേൻ. ആ 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. കുഞ്ഞുങ്ങളെല്ലാവരും മക്കളുമാരെല്ലാം ബൈബിൾ എടുത്ത് നോക്കടാ. എന്നിൽ വസിപ്പിൻ, എന്നിൽ വസിക്കി, ഞാൻ നിങ്ങളിലും വസിക്കും. 4-ാം വാക്യം, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും ഞാൻ നിങ്ങളിലും വസിക്കും. ആ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാനും നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കായ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ മുന്തിരിവള്ളിയുടെ റൂട്ടിൽ നിന്ന്, വേരിൽ നിന്ന് വരുന്ന ഈ രാസപ്രവാഹം രാസപ്രവാഹമല്ല, ഈ രസപ്രവാഹം എന്ന് പറഞ്ഞാൽ ഈ വെള്ളമുണ്ടല്ലോ, ഇത് വലിച്ചെടുത്ത് കൊമ്പുകളിലേക്ക് വരുന്നതാണ് ഈ കൊമ്പുകളുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഹലോ, പ്രൈസ് അല്ല. ഈ രസപ്രവാഹം കൊമ്പുകളിലേക്ക് വരുന്നത് കൊണ്ടാണ്, ഈ മുന്തിരിവള്ളിയുടെ വേരിൽ നിന്ന് കൊമ്പുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇവ നിലനിൽക്കുന്നെന്ന് പറയുന്നത്. ഈ മുന്തിരിവള്ളി ഇല്ലെങ്കിൽ കൊമ്പുകൾക്ക് നിലനിൽപ്പുണ്ടോ? മുന്തിരിവള്ളി ഉള്ളിടത്തോളം കൊമ്പുകൾക്ക് എന്തുണ്ട്? നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ മുന്തിരി വള്ളിയുടെ റൂട്ടിൽ നിന്ന്, വേരുകളിൽ നിന്ന് വരുന്ന ഈ രസപ്രവാഹമാണ് കൊമ്പുകളെ ജീവിപ്പിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ജീവൽ ബന്ധമാണെന്ന്. ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധമെന്ന് പറയുന്നത്, എൻ്റെ അച്ഛാ, ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നതല്ല, അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണിത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാണ്ട് നിരീശ്വരവാദികൾ ദൈവമില്ലെന്ന് പഠിപ്പിച്ചപ്പോൾ ആ യോഗത്തിലുണ്ടായിരുന്ന പ്രായമുള്ളൊരു അമ്മച്ചി എഴുന്നേറ്റ് പറഞ്ഞു, പോട്ടാ, ഞാൻ അല്പം നേരത്തെ എൻ്റെ കർത്താവുമായി സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ മുറിയിൽ നിന്ന് അമ്മച്ചി ആ സാന്നിധ്യം അനുഭവിച്ച് അത്ര ദൈവകൃപയിൽ നിൽക്കുന്ന ഭക്തിയുള്ളൊരു അമ്മച്ചിയാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് കോട്ടയത്ത് തിരുനക്കര മൈതാനിയിലൂടെ അമ്മച്ചി ബൈബിൾ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് ചട്ടയും മുണ്ടും, ഞങ്ങളുടെ നാട്ടിൽ ചട്ടയും മുണ്ടും ഇപ്പോഴല്ലേ അമ്മച്ചി 80 ആയാലും അറിയാനൊക്കാത്തത്, സാരിയൊക്കെ ചുറ്റി വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തായിരുന്നു പോകുന്നത്. ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് വെള്ളയും അല്ലയോ ഒക്കെ ഇട്ട് ബൈബിളൊക്കെ നെഞ്ചത്തോട് പിടിച്ച് ഞായറാഴ്ച ആരാധനയ്ക്ക് പോവുക. അപ്പോൾ അമ്മച്ചി നോക്കിയപ്പോഴത്തേന് പാവം പിടിച്ച അമ്മച്ചി നോക്കിയപ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ എന്തുവാണെന്നറിയാം, അമ്മച്ചിയും കൂടെ ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് എത്തി നോക്കിയിരുന്നു. സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ കൂട്ടിക്കിടക്കുന്ന തത്തയെക്കൊണ്ട് ചീട്ടടിപ്പിക്കുക. തത്തയെക്കൊണ്ട് ചീട്ടടിപ്പിച്ച് ഭാവി പ്രവചിക്കുന്ന പുള്ളികളുണ്ട്, പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഇതാണ് പരിപാടി. അമ്മച്ചി നോക്കിയപ്പോൾ ഇതെന്തുവാടാ പരിപാടി, അമ്മച്ചിക്കൊന്നും പിടികിട്ടിയില്ല. തത്ത വരുന്നു, കൂട് തുറക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഈ തത്ത പിന്നെ കൂട്ടി നിറഞ്ഞു വരുന്നില്ല. ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 10 പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല. ആൾ കൂടിയൊന്നുമില്ലല്ലോ, 10 പൈസ കിട്ടി, തത്ത ഇറങ്ങി വരുന്നില്ല. ഇയാൾ കൂട് തട്ടുന്നു, എടുക്കുന്നു, പക്ഷേ തത്ത ഇറങ്ങി വരുന്നില്ല. ഈ മനുഷ്യൻ ദേഷ്യപ്പെട്ട് ചുറ്റുപാട് നോക്കിയപ്പോൾ ഈ അമ്മച്ചി ബൈബിൾ നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് ഈ ചട്ടയും ഇട്ടുകൊണ്ട് നിൽക്കുക. ഈ മനുഷ്യൻ ഒറ്റ ഓടിയിൽ പോത്തള്ളേ, ഇവിടെ നിൽക്കാനാണ് നിങ്ങൾക്ക് സമയമൊന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തടിച്ച് അമ്മ നിൽക്കുന്നോന്ന് ചോദിച്ചുകൊണ്ട് അമ്മച്ചി ഓടിച്ചു എന്ന് പറഞ്ഞാൽ, ഇതിലൊക്കെ ഒരു പൈശാചികതയുണ്ട്, ഒരു മാന്ത്രികതയുണ്ട്. ഇതൊക്കെ വെറുതെയുള്ള പരിപാടിയല്ല. കൈനോട്ടക്കാരും ലക്ഷണം പറയുന്നവരെന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ടല്ലോ, അങ്ങനെ വല്ലവരും ഉണ്ടോ? നമ്മുടെ വിശ്വാസികളാരും കാണത്തില്ല, ദൈവമക്കളാരും അങ്ങനെ ചെയ്യത്തില്ല, ഏത് വീട്ടിൽ പോലും കയറ്റത്തില്ല.
വര, കൈയുടെ വര അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, കോടീശ്വരനാകും, തട്ടിപ്പോവും, വെട്ടിപ്പോവും. എന്തുവാടപ്പാ, എൻ്റെ നാളെ അറിയാൻ വേണ്ടി നിൽക്കുക. പ്രൈസല്ലോ. നമുക്കറിയാം നമ്മുടെ നാളെ ആരാ നിയന്ത്രിക്കുന്നതെന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. എന്നാൽ ഈ പരിപാടിയിൽ ഇതിലൊരു വലിയ സത്യമുണ്ട് കേട്ടോ. ഈ പാവം പിടിച്ച അമ്മച്ചിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, പക്ഷെ അമ്മച്ചിയിൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തി ഉണ്ടായിരുന്നു. ആ മനുഷ്യരത് മനസ്സിലായി. അവൻ ഈ തള്ളയെ ഓടിച്ചു. തള്ളയുടെ വഴിക്ക് അവൻ എടുക്കുകയോ പിടിക്കുകയോ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. പ്രൈസല്ലോ. ഈ ദൈവിക സംസർഗം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ദിനംതോറും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്, നിമിഷം തോറും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനെന്ന് ദിനംതോറും രുചിച്ചറിയുക. ഇങ്ങനൊരു മഹത്തായ ബന്ധമാണ് ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നതിൽ നമുക്ക് കാണുവാൻ. ഇതൊരു ജീവൽ ബന്ധമാണ്. ഹല്ലേലൂയ. കാരണം മുന്തിരിവള്ളിയിൽ നിന്ന് വരുന്ന ഈ ജീവനാണ് ഈ കൊമ്പുകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. എപ്പോഴും ആ ചിന്ത വേണം. എനിക്കിനി എത്ര വിഷയം മറുപടി കിട്ടാനുണ്ടെങ്കിലും, എൻ്റെ പ്രശ്നം എത്ര വലുതാണെന്ന് പറഞ്ഞാലും എൻ്റെ കർത്താവ് അറിയാത്തതല്ലെന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ചിലരെ സംബന്ധിച്ച് അവരുടെ അയ്യം വിളിയും അവരുടെ പരാതിയും നിലവിളിയും വെപ്രാളവും പരവേശവും കണ്ടു കഴിഞ്ഞാൽ കർത്താവുമായി ഇവർക്കൊരു ബന്ധവും ഇല്ലാത്തതുപോലെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവുമായി ഒരു സജീവ ബന്ധത്തിലായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. ഹലോ, ഇതാ ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഇതൊരു ജീവൽ ബന്ധമാണ് എന്ന് പറഞ്ഞേ. ഒരു ജീവൽ ബന്ധമാണ് എന്ന് പറഞ്ഞേ. ഒരു ജീവൽ ബന്ധമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരു ബന്ധമാണ്. അവിടുത്തെ ജീവനാണ് എന്നിൽ വസിക്കുന്നത്. കർത്താവിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവിക ജീവനിൽ കവിഞ്ഞൊരു ജീവനുണ്ട്. അതിൻ്റെ പേരാണ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. യേശുക്രിസ്തുവിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമാണ് നാം നിത്യജീവനവകാശികളായി തീർന്നു എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ യേശുക്രിസ്തുവിനെ ശരിയായി അറിയുക എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യജീവൻ അവകാശിയായി മാറുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ അക്കരകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ, ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ ഓർക്കണം, നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഇനി നാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നൊരു ദിവസം എന്ന് പറഞ്ഞ് എൻ്റെ ജീവൻ കർത്താവാണ്. ഹലോ, അങ്ങനെ തന്നെ ആണോ? എല്ലാവരും കൂടെ ഉണ്ടോ? എൻ്റെ ജീവൻ കർത്താവാണ്. എൻ്റെ ജീവൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ഞാൻ ഭദ്രതയുള്ള വ്യക്തിയാണ്. എൻ്റെ കർത്താവിൽ എനിക്ക് സുരക്ഷിതത്വമുണ്ട്. ഇതൊരു ജീവൽ ബന്ധമാണ്. ഹലോ, ഇങ്ങനെ ഇത്യാദി ആ വലിയ ആഴമേറിയ ദർശനത്തോടൊക്കെ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഈ ഓലപ്പാമ്പനങ്ങെന്ന് കണ്ട് മനുഷ്യൻ പേടിക്കുകയോ? പിശാച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഹലോ, കാരണം എൻ്റെ കർത്താവുമായി ഞാൻ അത്ര സജീവമായ ബന്ധത്തിലാണ്. ഹല്ലേലൂയ. ഇത് ജീവൽ ബന്ധമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ
11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചെടുത്ത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ടെന്ന് ഉള്ളത് തന്നെ എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്. ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ആമേൻ. ശ്രദ്ധിക്കുക, പുത്രനുള്ളവന് ജീവനുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു ഉണ്ടോ നിനക്ക് ജീവനുണ്ട്, യേശു ഇല്ലയോ നിനക്ക് ജീവനില്ല. ആമേൻ. ജഡപ്രകാരമുള്ള ജീവനല്ല, ലൗകികമായ ജീവനല്ല. ഇത് ജനനം കൊണ്ട് ആരംഭിച്ച് മരണം കൊണ്ട് തീരും. എന്നാൽ ആത്മീയ ജീവൻ എന്ന് പറയുന്നത് വീണ്ടും ജനനത്താൽ ആരംഭിച്ച് നിത്യതയോളം നിലനിൽക്കുന്ന ജീവനാണ്. ഇങ്ങനെ ഒരു ജീവൻ ബന്ധമാണ് ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന ഈ പഠനത്തിൽ നിന്ന് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ച ഈ സാദൃശ്യത്തിൽ വ്യക്തമാക്കപ്പെടുന്നത് ഇത് ഒരു ലിവിങ് റിലേഷൻഷിപ്പാണ്, ജീവൽ ബന്ധമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അടുത്ത വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ 4-ാം വാക്യം വായിക്കൂ. 4-ാം വാക്യം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. Amen. The responsibility to abide in Christ belong to believers. എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളിയിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കും ഉള്ളതാണ്. അതായത് കൊമ്പുകൾക്കുള്ളതാണ്. മുന്തിരിവള്ളിയിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം കൊമ്പുകൾക്കുള്ളതാണ്. ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കും ഉള്ളതാണ്. ആ വാക്യം നിങ്ങൾ വായിച്ചു കേട്ടോ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇനി 6-ാം വാക്യം കൂടെ വായിക്കച്ചാ. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പൊ എന്നിൽ വസിക്കുക. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കണമെന്നുള്ളത് അതതിൻ്റെ വ്യവസ്ഥയാണ്. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വസിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. ഹലോ, സ്തോത്രം. ആരെന്തു പറഞ്ഞാലും എൻ്റെ കർത്താവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. ചിലർ പറയാറുണ്ട് അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല. ആർക്ക് പോയി? അവരവർക്ക് പോയി. ഈ എലിയെ പേടി, ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടരുന്ന്. ഇല്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? വീട്. എലിയെ കൊല്ലാൻ വേണ്ടി ചാടി വന്ന് ദേഷ്യപ്പെട്ട് എലി ചാടി വീട്ടിൽ കയറി അവൻ വീടിനകത്ത് തീ വെച്ചു. എന്തിനാ വീടിന് തീ വെച്ചേ? എലിയെ കൊല്ല. എലിക്കെന്തു? അത് ചാടി എൻ്റെ പാട്ടിന് പോയി അവൻ്റെ വീട് വന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ നിലനിൽക്കേണ്ട ഉത്തരവാദിത്വം അച്ചാമ്മയുടെ തോമാച്ചനെയോ നോക്കിയൊന്നും അല്ല. അവരെയൊക്കെ നോക്കി നിന്ന് പോയാൽ പോയി. എന്തിന്? നമ്മെ കൃപയിലേക്ക് നടത്തിയ പാസ്റ്റേഴ്സിനെ പോലും നോക്കരുത്. അവരെല്ലാം അപകടകാരികളായതുകൊണ്ടല്ല, അവരും മനുഷ്യരല്ലേ. തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതയില്ലേ? ഇവിടെ അപ്രമാദിത്യമുള്ളത് ആരുണ്ട് ലോകത്തിൽ? കത്തോലിക്ക സഭ പറയും അവരുടെ പോപ്പുണ്ടെന്ന് പറയും. പോപ്പിന് എത്രയോ പ്രാവശ്യം അബദ്ധം പറ്റിയതായിട്ട് ചരിത്രം തെളിയിക്കുന്നു. തെറ്റിക്കൂടായ്മ, അപ്രമാദിത്യം ലോകത്തിലുള്ളതായിട്ട് ആരുമില്ല. ആ കാര്യത്തിൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുവരേ ഉള്ളൂ, അതെൻ്റെ കർത്താവാണ്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ധൈര്യത്തോടെ എന്നിൽ വസിക്കുക. അതാ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ധൈര്യത്തോടെ എന്നിൽ വസിക്കുക. പക്ഷേ എന്നിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. സ്തോത്രം.
നമ്മൾ യൂദായുടെ ലേഖനത്തിൽ നമുക്ക് പരിചിതമായൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, നോക്ക്. വീഴാതെ വണ്ണം 24-ാം വാക്യമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടോ? എല്ലാവരും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ പറയാറുണ്ട്, ഈ ബൈബിൾ സ്റ്റഡി ആകുമ്പോൾ ഒരല്പം ഈ ഉണ്ടല്ലോ, മറ്റ് സഭായോഗത്തിൻ്റെ യോഗങ്ങൾ പോലൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെയല്ല, പകലത്തെ അധ്വാനം ക്ഷീണമൊക്കെ വരുമ്പോൾ പോയിട്ടൊക്കെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നൊക്കെ ഇരിക്കുന്നവരാകുമ്പോൾ ഈ ചെറിയ ഒരു തണുത്ത എ സിയിലൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെതായി തണുപ്പൊക്കെ അടിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു ക്ഷീണം വരും. എനിക്ക് ഈ കണ്ണടച്ചിട്ട് പ്രസംഗിക്കാനും അറിയത്തില്ല. എനിക്ക് എൻ്റെ വിശ്വാസികളെല്ലാം കാണണം, എനിക്കതാ സന്തോഷം. ആമേൻ. അപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനിയും 1 മണിക്കൂർ കൊണ്ട് നിൽക്കാനുള്ളൊരാവേശം വരണം. എന്നാൽ പെട്ടെന്ന് ഇരുത്താം എന്നുള്ള നിലയിലുള്ള പ്രതികരണമാണെങ്കിൽ അതും നടക്കുകയില്ല. അത് പറയരുത്. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം, യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വാക്യം വായിക്കുന്നു, വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. എൻ്റെ പ്രിയമുള്ളവരെ, വീഴാതെ വണ്ണം നമുക്കങ്ങ് ധൈര്യം തരുന്നൊരു വാക്യമാണ് അതും ശരിയാ, ധൈര്യപ്പെടണം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിപ്പാൻ കർത്താവ് ശക്തൻ എന്ന് പറയും. എൻ്റെ യേശു നിങ്ങളെ സൂക്ഷിക്കും. എന്നാൽ ആ വാക്യം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഉത്തരവാദിത്വം പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ആ 20-21 വാക്യങ്ങൾ, പ്രിയമുള്ളവരെ, നിങ്ങളോ പ്രിയമുള്ളവരെ, 20-21 വാക്യങ്ങൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹലോ, വീഴാതെ വണ്ണം കർത്താവ് സൂക്ഷിപ്പാൻ ശക്തനാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ആ വാക്യം കണ്ടോ? ആമേൻ. ഹല്ലേലൂയ. മുന്തിരിവള്ളിയിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം കൊമ്പുകൾക്കുള്ളതാണ്. എൻ്റെ കർത്താവിൽ വസിക്കാനാണ് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. ക്രിസ്തുവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. ഇഷ്ടമില്ലാത്തടത്ത് ചാവിട്ടിപ്പൊളിച്ച് ഇടിച്ചു കയറി വരുന്നവനല്ല എൻ്റെ കർത്താവ്. യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലരെ ദൈവം വ്യക്തിപരമായി സന്ദർശിച്ചിട്ടുള്ളത് ശൗലിനെ പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പൊതുതത്വം എന്ന് പറയുന്നത് ഇതാണ്, എൻ്റെ കർത്താവിൽ വസിക്കുന്നതാണ് എൻ്റെ നിലനിൽപ്പ്. ഹല്ലേലൂയ. അതെൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട വ്യക്തിയാണ്, ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് മാറാനൊക്കെയില്ല. ആമേൻ. ആ വായിച്ച വാക്യം നാം ശ്രദ്ധിച്ചോ? എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിപ്പീൻ. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയും. ഈ പദപ്രയോഗങ്ങളൊക്കെ വായിക്കുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം കർത്താവിൽ വസിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിക്കും. ഹലോ, അപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ ഭാഷയിൽ പറഞ്ഞ, എടാ പൊട്ടാ, നീ ഒരുത്തനൊന്നും അല്ല, ബാലിന് മുഴങ്കാൽ മുടക്കാത്ത വേറെ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നൊരു തോന്നൽ വരരുത്. ഞാനില്ലെങ്കിൽ, ഞാൻ ചെയ്തില്ലെങ്കിൽ, ഞാൻ പോയില്ലെങ്കിൽ, ഞാൻ വന്നില്ലെങ്കിൽ, അത് വ്യക്തിപരമായി ദൈവികമായ നിലയിൽ നല്ല മനസ്സോടെ ചെയ്യുക. അതിൽ ഒരു അഹംഭാവ ചിന്ത വന്നുപോയാൽ പോയി. ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ എൻ്റെ അപ്പനൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിനക്ക് നഷ്ടപ്പെടാനുണ്ട്.
ഞാൻ വിശ്വസ്തനാകേണ്ട സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനല്ലെങ്കിൽ എൻ്റെ അപ്പന് ഒരുപാട് ഇതിന് വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. പക്ഷേ എൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോകുകയാണ്. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുക, അതതിൻ്റെ ധാർമ്മികതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ കർത്താവിൽ വസിപ്പാനാണ് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ആ ഒരു ആഴമേറിയ ബോധ്യം എന്നെ നിങ്ങളെ ഭരിക്കണം. മൂന്നാമത്തെ ചിന്ത, അപ്പോൾ രണ്ടാമത്തെ ചിന്ത ഇതായിരുന്നു. ഒന്നാമത്തെ ചിന്ത മറക്കരുത്, ഇതൊരു ജീവൽ ബന്ധമാണ്. രണ്ടാമത്തത്, ക്രിസ്തുവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് ഡ്വെൽസ് ഇൻ us ബിക്കോസ് വി ഡ്വെൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വസിക്കുക എന്നതിനാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. ഹലോ, ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. 4-ാം വാക്യം, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇനി 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയും. ഈ പദപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൽ വസിക്കുക എന്നതിനാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. എന്തോ വലിയ ബന്ധമാണെന്ന് ഓർക്കണം. യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിച്ചു വരുമ്പോൾ ഈ എന്നിൽ വസിക്കുക എന്നുള്ള പദം ഏകദേശം 40ഓളം പ്രാവശ്യം ഈ സുവിശേഷത്തിൽ ആവർത്തിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളിലല്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഏകദേശം 40ഓളം പ്രാവശ്യം ഈ പദം ആവർത്തിക്കുന്നുണ്ട്. വസിക്കുക. ഇത് കർത്താവിൽ വസിക്കുന്നതിനോട് ബന്ധപ്പെട്ടാണ്. ഇതിൻ്റെ പ്രാധാന്യമാണത് ഓർപ്പിക്കുന്നത്. നമുക്ക് ആ പദം പറയുക. 5-ാം വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുവൻ എന്നിൽ വസിച്ചാൽ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അതെ. 7-ാം വാക്യം, ഒരുത്തൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും ഇരുന്നാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പദമുണ്ട്. ഈ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതാണ്. ഇതാണ് ഒരു വലിയ ബന്ധമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ജഡപ്രകാരം ആ സാന്നിധ്യം ആളത്വപരമായി അനുഭവിക്കുന്നില്ലെങ്കിലും ആത്മാവിൽ ആ സാന്നിധ്യം അനുഭവിക്കുക, അല്ലേ? അതിന് മുഖ്യ വർദ്ധിതമായി തീരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ കർത്താവിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് വചനം എന്നിൽ വസിക്കുന്നു. പാപത്തെ ഫേസ് ചെയ്യുമ്പോൾ ഈ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ അരുത്. നമ്മുടെ ചില ചിന്തകൾ, നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില നോട്ടങ്ങൾ, നമ്മുടെ ചില പ്രവൃത്തികൾ കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാതെ വരുമ്പോൾ വചനം ഹൃദയത്തിലുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിലക്കുകൾ അവൻ്റെ മുന്നിൽ വരുവാനിടയാണ്. സഹോദര. അതുകൊണ്ട് ഈ ചാടുന്നെങ്കിൽ വളയത്തിനകത്തൂടെ വേണം ചാടാൻ. ഈ അഭ്യാസം എന്ന് പറയുന്നത് അതാണ്. വളയമില്ലാതെ ചാടുന്നതൊന്നും എൻ്റെ അഭ്യാസമല്ല, അത് ചാട്ടമാണ്. പക്ഷേ അഭ്യാസം എന്ന് പറയുന്നത് വളയത്തിനകത്തൂടെ ചാടുന്നതാണ്. ഹലോ, ദൈവവചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉപദേശമുണ്ട്. ഉപദേശ വിശുദ്ധി, അതുപോലെ തന്നെ ജീവിത വിശുദ്ധി. ഉപദേശ വിശുദ്ധിയുടെ കാര്യം പറയാൻ നമ്മളെല്ലാവരും എടുക്കരാ, പക്ഷേ ജീവിതവുമായിട്ടോ അത് പറയരുത്. ജീവിതമില്ലാത്ത ഉപദേശം കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ്. അതാ കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മിൽ വസിക്കുകയാണ്. അതിൻ്റെ 11-ാം വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. ഹലോ,
എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുക. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. എല്ലാവരും കൂടെ ഉണ്ടോ? എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ജീവിതം. എല്ലാവരും ഇവിടെ ഉണ്ടോ? എന്തോ കണ്ട് സന്തോഷിക്കാനാ പാസ്റ്ററെ. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലരും പറയാറുണ്ട്, ഇവിടെ നിന്നല്ല, പൊതുവെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്തോ അതോ എനിക്കറിയത്തില്ല. ജീവിതകാലം മുഴുവൻ എല്ലാ കാര്യവും നേടിയിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും പരാജയങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഇത് ഏതാണ്ട് വലിയ ഭാരമായി താങ്ങി നടക്കുന്ന നിനക്ക് കർത്താവിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. സുവിശേഷം അംഗീകരിക്കുന്നതിലൂടെ ഒരുവൻ സ്വീകരിക്കുന്നത് ആരെയാ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അല്ലേ? കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുന്നു. കൊലോസ്യർ 1:27 വാക്യം, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയിപ്പാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താണ് മർമ്മത്തിൻ്റെ മഹിമാധനം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. അക്കരങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാ. ഇതൊരു ഭയങ്കര നിക്ഷേപമാണ്, ഇതൊരു ഭയങ്കര മർമ്മമാണ്, ഇതൊരു ഭയങ്കര സന്തോഷമാണ്. ഹലോ, ഈ സന്തോഷത്തിൻ്റെ കാരണം സാഹചര്യങ്ങളാകരുത്. സന്തോഷത്തിൻ്റെ കാരണം എൻ്റെ കർത്താവായിരിക്കണം. എൻ്റെ വെച്ചാൽ സാഹചര്യം പണം വരുമ്പോൾ ഭയങ്കര സന്തോഷം, പണം ഇല്ലാതാവുമ്പോൾ മൊത്തം പോയി. കയ്യടിയും തീർന്നു, ആരാധന തീർന്നു, പ്രാർത്ഥനയും തീർന്നു. ഒരാഴ്ച കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, അസുഖമായത്, ഓരോ പ്രശ്നങ്ങളായി. പിറ്റേ ആഴ്ച വരുമ്പോഴുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? ജോലിയില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പലവിധമായ പ്രശ്നങ്ങൾ. ഹലോ, ബിസിനസ് വേണ്ട നിലയിലുള്ള ഒരു വിജയമില്ല. അല്ലേലു, ഇതാ സാഹചര്യങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്. അത് ലൗകികനായ മനുഷ്യരും നാമും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ലോകപരമായി ജീവിക്കുന്നവരെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവനും അവനെല്ലാം ഒരാഴ്ച സുഭിക്ഷമാണെങ്കിൽ കർത്താവിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കൈയടിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലേലൂയ പറയുന്നതിന് കുഴപ്പമില്ല. അവൻ അല്ലേലിയൊക്കെ എന്തോ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും അവരുടെ സന്തോഷത്തിന് കുഴപ്പമില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അതല്ല അനുവർത്തിക്കേണ്ടത്. സാഹചര്യങ്ങൾ വരും പോകും, സാഹചര്യങ്ങൾ വരും പോകും. അതുകൊണ്ടാണ് ഹബക്കുക്ക് പറയുന്നത്, മുന്തിരിവള്ളി കായ തളിർക്കയില്ല, ഗോശാലകളിൽ കന്നുകാലികളില്ലാതാകും, ആട്ടിൻകൂട്ടങ്ങൾ തൊഴുത്തിൽ നശിച്ചെന്ന് വരും, അത്തിവൃക്ഷം തളിർത്തെന്ന് വരത്തില്ല. ഇതെല്ലാം വരുമാന മാർഗങ്ങളാണ്. പ്രൈസലോ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അടുത്ത കേട്ടോ, അവൻ എൻ്റെ കാലുകളെ മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ നിർത്തുന്ന. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ സന്തോഷ വിഷയം സാഹചര്യങ്ങളല്ല, എൻ്റെ സന്തോഷ വിഷയം എൻ്റെ കർത്താവാണ്. യേശു പറഞ്ഞു, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കേണ്ടതിന്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. കണ്ണുകളടയ്ക്കാം, തലകളെ ഉണക്കാം. ഇന്നത്തെ നമ്മുടെ ഈ തിരുവചന ധ്യാനം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കേൾക്കപ്പെട്ട ആലോചന മുൻപാകെ ഒരു നിമിഷം സമർപ്പിച്ചാട്ട്, എന്താണ് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന സാദൃശ്യത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ആത്മീയ പാഠം? ഒന്ന്, ഇത് ജീവൽ ബന്ധമാണ്. ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു ജീവൻ്റെ ബന്ധമാണ്. എൻ്റെ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വ്യാപരിക്കുന്നത്, എൻ്റെ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വ്യാപരിക്കുന്നത്. എല്ലാ കണ്ണുകളും അടച്ച് ആ വചനം ഹൃദയത്തിലൊന്ന് സ്വീകരിച്ച്, എൻ്റെ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വ്യാപരിക്കുന്നത്. മറ്റൊന്ന്, ഈ മുന്തിരിവള്ളി കൊമ്പുകൾ എന്നുള്ളതിൽ എന്താണ് ആമേൻ വ്യക്തമാക്കപ്പെടുന്ന സന്ദേശം? അവ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുക, അത് നമ്മുടെ ധാർമ്മികതയാണ്.
ഒരു വിശ്വാസി ക്രിസ്തുവിൽ വസിക്കേണ്ട ഉത്തരവാദിത്വം മറ്റാരുടെയുമല്ല, അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ, എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. എന്നാൽ ഞാൻ എന്നെ തന്നെ വചനപ്രകാരം സൂക്ഷിക്കേണ്ട വിഷയങ്ങളിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വസിക്കുക എന്നതിനാൽ ക്രിസ്തു എന്നിൽ വസിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു വാസം ചെയ്യുകയാണ്. എത്ര വലിയൊരു ബന്ധത്തിലേക്കാണ് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നത്. എന്തെല്ലാം ഇല്ലെങ്കിലും എൻ്റെ യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് അന്തരാത്മാവിൽ അനുഭവിച്ചറിയും ദൈവമക്കൾ അല്പനേരം അതരം തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സന്തോഷത്തോട് വചനം ഏറ്റെടുത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ സന്തോഷ വിഷയം സാഹചര്യമല്ല, എൻ്റെ സന്തോഷ വിഷയം എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷം അവനൻപേൽ പാരിതിൽ പാർക്കും നാളവനൻ. കരകളടിച്ചു പാടിയാട്ടെ. അവനെൻ്റെ സങ്കേതം, അവനെൻ്റെ സർവ്വവും, അവനെൻ്റെ സങ്കേതം, അവനെൻ്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ അന്നാളിലവനെന്നോടു ചൊല്ലി, പല നാൾ കരുതി ഞാൻ അന്നാളിലവനെന്നോടു ചൊല്ലി, തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ഓ കർത്താവിൻ സന്തോഷം അവനെന്തലാ, പാരിതിൽ പാർക്കും നാളവനെന്തലാ, അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവ്വവുമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ദൈവാലോചന മുൻപാകെ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവുമായുള്ള ബന്ധം എത്ര വലിയതാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതം സജീവമായി ആ നല്ല മുന്തിരിവള്ളിയുടെ കൊമ്പുകളായി തീരുവാൻ ദൈവം തന്ന ഭാഗ്യം എത്ര വലിയതാണ്. നമ്മെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മെപ്പോലെ ഭാഗ്യമുള്ളവർ, നമ്മെപ്പോലെ സന്തോഷമുള്ളവർ ആരുണ്ട്? നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്. ആമേൻ. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആ പ്രാധാന്യം ഉൾക്കൊണ്ട് കേൾക്കപ്പെട്ട ആലോചന ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് നമുക്ക് ഭവനങ്ങളിലേക്ക് കടന്നു പോകാം. കേൾക്കപ്പെട്ട ആലോചനയെല്ലാം പൊതുവായി വഹിച്ച് ജോർജാൻ പരസ്യമായി പ്രാർത്ഥിച്ചാട്ടെ. ഈ വൈകിയ വേളയിൽ കർത്താവെ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ അടിയങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങൾക്ക് സാവകാശം വിനയം നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. അവിടുന്ന് കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. മുന്തിരി വള്ളിക്ക് കർത്താവെ കൊമ്പുകളിൽ വസിച്ചിട്ടല്ലാതെ അതിൽ ഫലം കായ്ക്കാൻ സാധിക്കില്ലെന്നും അവിടുത്തെ കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ കർത്താവിനോട് ബന്ധപ്പെട്ടിട്ട് കർത്താവെ അവിടുന്ന് വചനത്തിൽ നിന്ന് കേട്ട് ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. വചനം കർത്താവെ ഷെയർ ചെയ്യുവാൻ കർത്താവ് ദാസനെ എത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേട്ട വചനപ്രകാരം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തെ പിന്നെയും ക്രമപ്പെടുത്തി അടിയങ്ങൾക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ കർത്താവെ അവിടെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൊമ്പുകൾക്ക് കർത്താവെ മുന്തിരി വള്ളിയിൽ കർത്താവെ അല്ലാതെ ബലം കയ്പാൻ കഴിയില്ലെന്ന് അവിടുത്തെ വചനത്തിൽ കൂടി കർത്താവെ അടിയങ്ങൾക്ക് പിന്നെയും കേട്ട് ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സാവകാശങ്ങളെ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ജീവരസമാവുന്ന കർത്താവെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ പിന്നെയും സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച എല്ലാ ആലോചനകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ഇപ്പോൾ പിരിയുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യാത്രകളിലെല്ലാം കർത്താവ് അടിയങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ
പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതും അവർക്ക് ബൈബിൾ ക്ലാസ് അനുഗ്രഹമായി തരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുന്നു. കടന്നു വരുന്നവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. പുത്രൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം സർവ്വപിതാവേ. ആമേൻ. പിതൃപരിശുദ്ധാത്മന്ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മയ്ക്കാവുന്നു. നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈനിൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും, പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ.